ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം പോവുകയാണ്. ഇവിടുന്ന് ഒരു 2 hours ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സൺഡേ ആയത് കാരണം കൊണ്ടും പിന്നെ ആറ്റുകാൽ പൊങ്കാല അടുക്കുന്നത് കൊണ്ടും നല്ല തിരക്കായിരിക്കും. തൊഴുകാൻ പറ്റുമോ അറിയില്ല, എന്നാലും പോകണം. കുഞ്ഞനും മുണ്ട് ഷർട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മ അങ്ങോട്ട് വരും. അമ്മ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അമ്മ അങ്ങോട്ട് നേരെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഏട്ടനുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് മടങ്ങും. പത്തനംതിട്ടയ്ക്ക് തന്നെ മടങ്ങും. ഗായ്സ്, ഇത് കണ്ടോ ജഡായു പറയണത്? ഫോൺ എടുത്തപ്പോഴേക്കും പോയി. അവസാനം ഇവിടെ എത്തി. പത്മനാഭസ്വാമി അമ്പലം. ഈ അമ്മ അവിടെ എവിടെയുണ്ട്? അമ്മയെ തപ്പാട്ടെ പോയിട്ട്. അങ്ങനെ അമ്മേനെ കണ്ടെത്തി ഞങ്ങൾ തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്ത് അമ്പലത്തിന് തൊട്ട് പുറത്ത് തന്നെ ഒരു കുതിരമാളിക പാലസ് ഉണ്ട്. അതൊരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉള്ളിൽ കയറി നിന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ കുറച്ച് പൈസ ഒക്കെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ട് ഉള്ളിൽ നിന്ന് വലിയ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ ഒരു ചിത്രാലയം മ്യൂസിയം കണ്ടേ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലും കയറിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഗൈസ്, തൊഴുകലൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളുടെ മ്യൂസിയം ഒക്കെ പോയി വിവേകാട്ടനം കണ്ട് പോവുകയാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. തിരുവനന്തപുരം സൂ ആണത്. ഞാൻ അതിൻ്റെ ഉള്ളിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം മൊത്തം കറങ്ങലൊക്കെ കഴിഞ്ഞ് ആൾക്കാരെയൊക്കെ കണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അമ്മുത ക്ഷീണിച്ച് കൊഴുങ്ങി. ഏതാ മുഖം? അമ്മ പച്ചക്കറി വാങ്ങാൻ പോയതാണ്. അങ്ങനെ അമ്മേനെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പത്തനാപുരത്തേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ജഡായുപ്പാറ കണ്ടപ്പോൾ ഫോണിനെടുത്തപ്പോഴേക്കും അത് മിസ് ഔട്ടായി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നൈസായിട്ടൊന്ന് കിട്ടിയിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയേ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് 43 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് പത്തനാപുരം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വ്ളോഗ്. നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.